അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് റിപ്പബ്ലിക് ഡേ. എല്ലാവരും ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന നിലക്ക് സന്തോഷത്തോടെ ആഘോഷിക്കുന്നതാണ്. എന്തിനാണ് റിപ്പബ്ലിക് ഡേക്ക് ആഘോഷിക്കുന്നത്? അതിൻ്റെ പൊരുളെന്താണ്? 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ? പിന്നെന്തിന് 26 വേറൊരു ആഘോഷം? എന്നാൽ അതിനുള്ള സംശയം അല്ലേ? രാജ്യത്തിന് 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഒരു പരമാധികാര രാഷ്ട്രം എന്നുള്ള പദവി 47 കിട്ടിയിട്ടില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നെങ്കിലും രാഷ്ട്രത്തലവൻ ജോർജ് നാലാമനായിരുന്നു. എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ആദ്യത്തെ രാഷ്ട്രത്തലവൻ 1950 ജനുവരി 26 രാഷ്ട്രത്തിന് പരമാധികാരം കിട്ടിയപ്പോൾ ആദ്യമായി രാഷ്ട്രത്തലവൻ ആ സ്ഥാനത്തൊരു ഇന്ത്യക്കാരൻ കടന്നു വന്നത് രാജേന്ദ്ര പ്രസാദായിരുന്നു. ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന വേളയിൽ മഹാത്മജി പറഞ്ഞൊരു വാക്ക് ഓർത്തു പോവുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പാവപ്പെട്ടവൻ വികസനം എത്തുന്നത് വരെ ഈ രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് മഹാത്മജിയുടെ വാക്ക്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞ അവിടുത്തെ ഒരു കോട്ട് നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. ലൗമാത്ത ഷാത്തുൻ ബിദഫിൽ ഫുറാത്ത്, യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരു ആട്ടിൻ കുഞ്ഞ് ചത്ത് കടന്നാലും ഞാൻ ഭയപ്പെടുകയാണ്, നാളെ ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോൾ അള്ളാഹു ആട്ടിൻ കുഞ്ഞിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യുമോ എന്ന് നീതിയുടെ നിത്യനിദർശനമായിരുന്ന മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ജനങ്ങൾ ഐക്യത്തോടെയും സ്നേഹത്തോടെയും